ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. നമുക്ക് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്നൊക്കെ. ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ആരും ആവാം. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കുന്ന തരത്തിൽ എടുത്തോളൂ. ഏഞ്ചൽസ് ഉണ്ട് എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ഏഞ്ചൽസ്, അല്ലെങ്കിൽ ദൈവം, യൂണിവേഴ്സ്, ഓക്കെ, എന്ത് തന്നെ ആയാലും ഓക്കെ, മാലാഖമാര്, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങളുടെ വിശ്വാസത്തിലുള്ള ഓക്കെ ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ ആരെ വിശ്വസിക്കുന്നു, അവർ, ദൈവം, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടോ, ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ടോ, സപ്പോർട്ട് ഉണ്ടോ, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അവർ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് നോക്കാം. ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് ഏഞ്ചൽസ് എന്താ തരുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ആദ്യം ഞാൻ കുറച്ച് സ്റ്റോൺസ് ഇതെടുത്തേക്കാം. സൗണ്ട് ഒരുപാട് വരും, വേണമെങ്കിൽ ലോ ആക്കിക്കോളൂ. ഓക്കെ, okay. Wow, nice. ഓക്കെ, ആദ്യത്തെ കാര്യം, നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് ഉണ്ട്, ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, ട്രസ്റ്റ് വെക്കാൻ പറയുന്നുണ്ട് നിങ്ങളോട്. ലൈക്ക് യൂണിവേഴ്സ് നിങ്ങളെ ഫുള്ളി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ട്രസ്റ്റ് വെക്കുക. ഫെയ്ത്ത്, ആക്ച്വലി ട്രസ്റ്റും ഉണ്ട് ഫെയ്ത്തും ഉണ്ട്. എപ്പോഴും ഇത് രണ്ടും ഒന്നിച്ച് വരുമ്പോൾ, ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ദൈവത്തിനെ കുറിച്ച് പറയാം. ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലൈഫിൽ നിങ്ങളുടെ കൂടെയുള്ള, എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയെന്ന്, മേ ബി നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ, നിങ്ങൾക്ക് ആരെങ്കിലും ട്രസ്റ്റ് ഉണ്ടോ എന്ന്, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന രീതിക്ക് എനിക്ക് തോന്നുന്നുണ്ട്. ഫെയ്ത്ത് എന്ന കാര്യം അത് നമുക്ക് ദൈവത്തിൻ്റെ മേലെയുള്ള വിശ്വാസമാണ്. ആൻഡ് ഇവിടെ ലാഫ്, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരാൻ പോകുന്നു. നിങ്ങളോട് പറയുന്നത് ചിരിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും സ്മൈലിങ്. ഓക്കെ, ആൻഡ് കൈൻഡ്നെസ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ വളരെ കൈൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, അത് പ്രാക്ടീസ് ചെയ്യുക, കൈൻഡ്നെസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവരോട് നമ്മൾ കൈൻഡ്നെസ് പ്രാക്ടീസ് ചെയ്യുക. കൈൻഡ്നെസ്സിന് എന്താ മലയാളത്തിൽ പറയാം, പെട്ടെന്ന് കിട്ടുന്നില്ല. എനിവേ, ലവ് ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം വരും എന്നും പറയാം. ഓക്കെ, ചില സമയത്ത് പെട്ടെന്ന് ഞാൻ വാക്കുകൾ മറന്നു, സോറി. ഓക്കെ, എന്തായാലും യൂണിവേഴ്സിൻ്റെ മേലെ ട്രസ്റ്റ് വെക്കാൻ പറയുന്നുണ്ട്, ഫെയ്ത്ത് വെക്കാൻ പറയുന്നത്. നമുക്ക് നോക്കാം യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടോ, ആൻഡ് നിങ്ങൾക്ക് എന്താണ് ബ്ലെസ്സിങ്സ് ആയിട്ട് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് നിങ്ങളെ, ഓക്കെ, എങ്ങനെയാണ് ഏഞ്ചൽസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നത്. ഓക്കെ, ആദ്യം തന്നെ ട്രസ്റ്റിൻ്റെ കാര്യമായിരുന്നു. ഇത് നമ്മുടെ 7 of Swords ചീറ്റിങ്ങിൻ്റെ കാർഡാണ്. നോക്കാം, ലെറ്റ്സ് സീ. Okay, Queen of Fire, 6 of Fire. Okay, wow, 9 of Cups, King of Cups. Okay, 10 of Fire, World card, 6 of Pentacles, 5 of Fire. Okay, Ace of Cups. So do that, very nice. ഓക്കെ, ഇവിടെ നിങ്ങൾ കാര്യങ്ങളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു വാർണിംഗ് കാർഡ് ഉണ്ട് ഇവിടെ. ആദ്യം തന്നെ മേ ബി പാസ്റ്റിൽ നിങ്ങൾക്ക് വല്ല ചീറ്റിംഗ് നടന്നു കാണാം. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും വ്യക്തികൾ ചീറ്റ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചീറ്റിംഗ് അനുഭവിച്ചിട്ടുണ്ടാവും. ചീറ്റിംഗ് എന്ന് പറയുമ്പോൾ പണം തട്ടിയെടുത്തിട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എല്ലാം അത്ര വലിയ വലിയ കാര്യങ്ങളാവണമെന്നില്ല. നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് തന്നിട്ടില്ല, അങ്ങനെ പറയാം. ഓക്കെ, എന്തെങ്കിലും തരത്തിൽ ചിലപ്പോൾ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു അപ്രീസിയേഷൻ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വേറെ ആരെങ്കിലും അവർ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു. അത്ര ചെറിയ ചെറിയ കാര്യങ്ങളും ആവാട്ടോ, ലൈക്ക് അങ്ങനത്തെ എന്തോ ആവാം. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഐ തിങ്ക് നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും. അതാണ് ഇവിടെ നമുക്ക് ട്രസ്റ്റ് ഓൾറെഡി വന്നിരുന്നു. നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം. ഓരോന്നും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പേടികൾ ഉണ്ടാവും. എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള പേടികളായിരിക്കാം. പക്ഷെ ആ ഒരു ടെൻഷൻ ഓക്കെയാണ്, വേണം, ആ ഒരു ശ്രദ്ധ വേണം. പക്ഷെ അത് ഓവർ ആവണ്ട. ഓക്കെ, എല്ലാത്തിനെയും നമുക്ക് ട്രസ്റ്റ് ഇല്ലാതെ ആവണ്ട. എനിക്ക് അങ്ങനെ പറയാൻ തോന്നി, ബിക്കോസ് ഇവിടെ നമുക്ക് ട്രസ്റ്റ് ഓൾറെഡി വന്നിരുന്നു. സോ മേ ബി നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ട്രസ്റ്റ് ചെയ്യാനായിരിക്കാം, യൂണിവേഴ്സിനെ ട്രസ്റ്റ് വെക്കാനായിരിക്കാം. ഓക്കെ, എന്തായാലും പക്ഷേ സൂക്ഷിച്ചൊക്കെ കാര്യങ്ങളൊക്കെ. ആക്ച്വലി ഇവിടെ ഇത് കണ്ടോ, ഏഞ്ചൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് ഇത് നിങ്ങളാണെന്ന്
തന്നെ വയ്ക്കുക. ഓക്കെ, ഇവിടെ ആരോ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തൊക്കെയോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, പക്ഷെ ഇവിടെ പിന്നിൽ ഏഞ്ചലുണ്ട്. ഓക്കെ, ഏഞ്ചലിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്, അതാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പേടികളുണ്ടെങ്കിൽ ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒന്നും വരാതെ യൂണിവേഴ്സ് നിങ്ങളെ പക്ഷെ നിങ്ങളും ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേറെ നല്ലത് യൂണിവേഴ്സ് കൊണ്ട് തരും എന്നും പറയാം. ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് ഫയർ ഉണ്ട്. നിങ്ങളുടെ കഴിവുകളെ ആർക്കും തട്ടിയെടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തു, അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ തട്ടിയെടുത്തു, ഓഫീസിൽ നിങ്ങൾ ചെയ്ത ജോലിയുടെ ക്രെഡിറ്റ് അവരെടുത്തു, എന്ത് തന്നെ ആയാലും ശരി, ഫാമിലിയിലായാലും ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ആരാണോ അതിനെ ആർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് സക്സസ് വരും. അത് നിങ്ങളുടെ പ്രയത്നിച്ചാൽ നിങ്ങളുടെ എഫേർട്ടിൻ്റെ റിസൾട്ട്, നിങ്ങളുടെ എഫേർട്ടിൻ്റെ സക്സസ് അത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതാർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല. ഓക്കെ, ഞാനിവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും എന്ന് എനിക്ക് കാണുന്നുണ്ട്. 9 ഓഫ് കപ്സ് ആണ്. സോ നിങ്ങളുടെ വിഷസ് ഫുൾഫിൽ ആവും എന്ന് പറയുന്നുണ്ട്. ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളെ ആ സക്സസ്സിലേക്ക് എത്തിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതിലേക്ക് ആഗ്രഹിച്ച് നിങ്ങൾക്ക് കൊണ്ടുതരും. വിഷസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏഞ്ചൽസ് നടത്തിത്തരും. കിങ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. മേ ബി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും, വളരെ കെയറിങ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. കിങ് ഓഫ് കപ്സ് പറയുമ്പോൾ ഇമോഷണൽ ആയിരിക്കും, എന്ന് വെച്ചാൽ നമ്മൾ സ്നേഹം, ഇമോഷൻസ് എന്ന് പറയാറുണ്ട് ആ രീതിക്ക്, പക്ഷെ കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരിക്കും. ഓക്കെ, അവർ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിന്ന് ട്രസ്റ്റ് വേർതി, യെസ് ഇവിടെ ആ ഒരു വാക്കുണ്ടായിരുന്നു. ഓക്കെ, ട്രസ്റ്റ് വേർതി എന്നുണ്ട്. സോ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഞാൻ നടത്തിയോ അതന്നെ പറഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങളുടെ കൂടെ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാവും. യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് തരുന്ന ബ്ലെസ്സിങ് ആണ്. യൂണിവേഴ്സ് തരുകയാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ കൂടെ ഏഞ്ചൽസ് ഒരു സപ്പോർട്ടിന് ഒരാളെ അയക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും തനിച്ചാവും എന്നൊന്നും പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് കൂടെ ഒരു വ്യക്തി ആവാം, പാരൻസ് ആവാം, അതിപ്പോൾ പാരൻ്റ് ആവാം, ഫ്രണ്ട്സ് ആവാം, ആരും ആവാട്ടോ. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഓവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ നിങ്ങൾ എടുത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓവർ വർക്ക്ഡ് ആയിട്ട് മീൻസ് മതിയായിട്ട് സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്ക് ബർഡൻ, നിങ്ങളുടെ മേലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാവരുടെയും നമ്മൾ പറയില്ലേ, എല്ലാവരും നിങ്ങളിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. ആ ഏറ്റെടുത്ത പക്ഷേ ഐ തിങ്ക് നിങ്ങളിപ്പോൾ കുറച്ചൊരു തളർന്ന ഒരു ഫീലിംഗ് ഉണ്ട് എനിക്ക്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിനൊക്കെ മാറ്റം വരും എന്നാണ്. നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു മാറ്റം വരും, സിറ്റുവേഷൻ മാറ്റം വരും എന്ന് പറയാം, അല്ലെങ്കിൽ ജോലി ചേഞ്ചസ് വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാറ്റം വരും, സ്ഥലം മാറ്റം, ജോലി മാറ്റം, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോവാം. യാത്ര എന്ന് പറയുമ്പോൾ അഗെയിൻ അബ്രോഡൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ അത് അങ്ങനത്തെ കാര്യങ്ങൾ, ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, ഈ സിറ്റുവേഷൻസിന് മാറ്റം നിങ്ങൾക്ക് വരും. ആൻഡ് ഇവിടെ 6 ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങൾക്ക് ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും എന്ന് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ. അതായത് ജോലിയിലൊക്കെ നിങ്ങൾ ഇടുന്ന ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട്, അതിന് അതേപോലെ റിസൾട്ട്, നിങ്ങൾക്ക് നല്ല റിസൾട്ട്സ് കിട്ടും. ഓൾറെഡി ഇവിടെ സക്സസ് ഞാൻ പറഞ്ഞിരുന്നു. ജോലിയിലൊക്കെ ആണെങ്കിൽ സക്സസ് ഒക്കെ കാണുന്നുണ്ട്. ബിസിനസ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും എന്തിലായാലും ഓക്കെ, നിങ്ങളിടുന്ന എഫേർട്ട്, അതായത് നിങ്ങൾ അങ്ങോട്ട് എന്ത് കൊടുക്കുന്നു അതിന് നിങ്ങൾക്ക് തിരിച്ച് അതേപോലെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ഓക്കെ, വേറൊരു കാര്യം കൂടി ഇത് പറയാറുണ്ട് ഇതിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലെസ്സിങ് വന്നാൽ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് പറയും. ഓക്കെ, കാരണം നമ്മളിവിടെ ഏഞ്ചൽസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു പോയിന്റ് നിന്ന് എടുത്ത് പറയുന്നു. ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന ബ്ലെസ്സിങ് അത് ഏത് തരത്തിലും ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷങ്ങൾ കിട്ടിയാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക. നിങ്ങൾക്ക് പണമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു പങ്ക് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക. പറ്റുന്നത്ര കേട്ടോ, ഒരുപാടൊന്നും ചെയ്യരുത്. ഒരു 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 ചെറിയൊരു പോർഷൻ ഓക്കെ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക. അങ്ങനത്തെ ദാനങ്ങൾ വലുതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഇവിടെ കോൺഫ്ലിക്ട്സ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചെറിയ ചെറിയ ഇറിറ്റേഷൻസ്, കോൺഫ്ലിക്ട്സ് വരും, ഇല്ല എന്നല്ല, അതൊക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഇത് വേണ്ടോ, ഏസ് ഓഫ് കപ്സ് ആണ് ഇവിടെ. ഏസ് ഓഫ് കപ്സും ഇത് നോക്കൂ, നിങ്ങൾ ആ ഒരു കപ്പും പിടിച്ച് നിൽക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ സന്തോഷങ്ങൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുക. ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, നിങ്ങളുടെ സന്തോഷങ്ങൾ എവിടെയും പോവില്ല. ഓക്കെ, അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ കരിയർ ഗ്രോത്ത് ഒക്കെ കാണുന്നുണ്ട്. എനിക്ക് സന്തോഷങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ലീഡർഷിപ്പ് ലെവലിലേക്ക് പ്രൊമോഷൻസ് കാര്യങ്ങൾ കിട്ടാനാണെങ്കിൽ അത് വരുമെന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടും എന്ന് പറയാം. നിങ്ങൾ സക്സസ്സും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്ത ജോലിക്കായാലും എവിടെയായാലും നിങ്ങൾക്കൊരു റെക്കഗ്നീഷൻ കിട്ടുകയാണ്. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ മാനിക്കപ്പെടും എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ആ ക്വാളിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി ലൈക്ക് മോട്ടിവേറ്റ് ചെയ്ത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ഒരു ലീഡർഷിപ്പ് ലെവൽ ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അത് മേ ബി പ്രൊമോഷനൊക്കെ വരുന്നുണ്ടാവാം. ജോലിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻസ് വരും. സൺ കാർഡിൻ്റെ ഹാപ്പിനെസ് എന്ന് പറയാം, സക്സസ് എന്ന് പറയാം. ഓക്കെ, റെക്കഗ്നീഷൻ ആണ്, എല്ലാം ഉണ്ട്. നിങ്ങൾ തന്നെ ആക്ച്വലി വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങും ഇനി.
ഓക്കെ. എന്തെങ്കിലും പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലെല്ലാം ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കഴിവുകളിലെ ട്രസ്റ്റ് വെച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഓവറോൾ ഇവിടെ ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്, വളരെയധികം ഉണ്ട്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് ചീറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെയും ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ചില സമയത്ത് നമ്മൾ പറയാറില്ലേ, എന്താണ് കണ്ണിക്കൊള്ളേണ്ടത് പുരയത്ത് കൊണ്ടുവന്ന്, ആ ലെവലിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മാറിക്കിട്ടും. ഓക്കെ, വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാവാതെ ദൈവം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവുക, നിങ്ങളുടെ കഴിവുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. ഓക്കെ, അങ്ങനെ പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഈ കാര്യവും മറക്കരുത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് നല്ലത് വരുമ്പോൾ എന്തെങ്കിലും ചെറിയ നല്ലതായാലും ശരി. ഓക്കെ, അല്ലാണ്ട് വലിയ ഓക്കെ ഞാൻ കോടീശ്വരനായിട്ട് കൊടുക്കുക അങ്ങനെയൊന്നും വിചാരിക്കരുത്. എന്തെങ്കിലും ചെറുതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് പങ്കിടാനും ഷെയർ ചെയ്യാനും എപ്പോഴും ശ്രമിക്കാം. ആവശ്യമുള്ളവർക്ക് കേട്ടോ നോക്കി കൊടുക്കണേ, അറിഞ്ഞു കൊടുക്കണം എന്ന് പറയും. ഓക്കെ, കുറച്ച് ഏഞ്ചൽ മെസ്സേജസ് കൂടി എടുക്കാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സീ. Vegetarian. Okay. Spiritual teacher. Okay. Summer. Sun എന്ന് കാണുന്നുണ്ട്. ഓക്കെ. ഈസി ഡസ് ഇറ്റ്. ഇവിടെ ബിസിനസ് വെഞ്ചർ, ന്യൂ ഹോം എല്ലാം ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് ഇതൊക്കെ ട്രാവൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വേൾഡ് കാർഡ്, ഞാൻ ട്രാവലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ചിലവർക്ക് പുതിയ വീട് അങ്ങനത്തെയൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നടക്കും എന്ന് പറയാം. ബിസിനസ് വെഞ്ചറിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും സക്സസ് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു. ഈസി ഡസ് ഇറ്റ് ഒക്കെ ഞാൻ വായിക്കാം. ഇവിടെ ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ മേ ബി ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കാനുണ്ടാവും. ഓക്കെ, ഹെൽത്തിനെ കുറിച്ചൊന്ന് നിങ്ങൾ കെയർ ചെയ്യാം. ആക്ച്വലി നമ്മൾ നേരത്തെ 6 ഓഫ് പെന്റക്കിൾസ് കൈൻഡ്നസ്. ഓക്കെ, നിങ്ങൾ ഹെൽത്തിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. വെജിറ്റേറിയൻ ആവണമെന്നില്ല, മുഴുവനായിട്ട് വേണം, പറ്റുകയാണെങ്കിൽ വെജിറ്റേറിയൻ ആവാൻ നോക്കുക. ഞാനത് അങ്ങനെ അതിൻ്റെ ഇതൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഒരു അഡ്വൈസ് കാണുന്നു. മേ ബി നിങ്ങളുടെ ഹെൽത്ത് വല്ല ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസം ഒന്ന് നോൺ വെജൊക്കെ അവോയ്ഡ് ചെയ്താൽ കുറച്ചൊന്ന് ഓക്കെ ആയിട്ട് വരുമായിരിക്കും. ഓക്കെ, അതിൻ്റെ കാര്യത്തിനെ കുറിച്ച് കൂടുതൽ നോക്കുക. എൻ്റെ ഇവിടെ സ്പിരിച്വൽ ടീച്ചർ എന്ന് കാണുന്നുണ്ട്. യുവർ ലൈഫ് പർപ്പസ് ഇൻവോൾവ്സ് ടീച്ചിങ് അതേഴ്സ് അബൌട്ട് ഹീലിംഗ് ആൻഡ് സ്പിരിച്വാലിറ്റി. ഓക്കെ, ഇവിടെ കുറച്ച് പേര് മേ ബി ഹീലേഴ്സ് ഉണ്ടാവാം, റേക്കി ഹീലേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇതുപോലെ ടാരോ റീഡേഴ്സ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് യെസ്, നിങ്ങളുടെ ലൈഫ് പർപ്പസിൽ അതുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓക്കെ, അതും നിങ്ങളുടെ ആക്ച്വലി നിങ്ങളെല്ലാവരും ഇവിടെ ഈ കാണുന്ന എല്ലാവരും നിങ്ങൾ മാതൃകയായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി, അതായത് നിങ്ങൾ അനുഭവിച്ച വേദന, ടെൻഷൻ, കാര്യങ്ങൾ ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ മേലെ വരുമ്പോൾ ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണ് നിങ്ങൾ എന്താ ചെയ്തത്, ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് അവനവനെ നിങ്ങൾ സ്ട്രോങ് ആക്കി കൊണ്ടുവന്നത്, അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക. ആക്ച്വലി അതൊരു പർപ്പസ് എല്ലാവർക്കും ഉണ്ട്, ഇവിടെ വരുന്നവർക്കെല്ലാം. ഓക്കെ, അത് കുറച്ചെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും നിങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, മറ്റുള്ളവരോട് കുറേ ദൈവവിശ്വാസം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ലൈക്ക് എന്താ പറയുക, അവനവനിലുള്ള കോൺഫിഡൻസ് നിങ്ങൾ വർദ്ധിപ്പിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു പാർട്ടാക്കുക. സമ്മർ എന്ന് കാണുന്നുണ്ട്. എവറിത്തിങ് ദറ്റ് യു ആർ ആസ്കിങ് ഫോർ ബിക്കംസ് യുവേഴ്സ് ഇൻ ദ സമ്മർ ടൈം. സമ്മർ നമ്മുടെ മാർച്ച് കഴിഞ്ഞിട്ടല്ലേ. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച ചില എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരും എന്നാണ് പറയുന്നത്, നടക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഞാനിവിടെ സൺ എന്ന് പറയുന്നുണ്ട്. യുവർ സൺ ഇസ് വാച്ച്ഡ് ഓവർ ആൻഡ് പ്രൊട്ടക്റ്റഡ് ആസ് ഹി എക്സ്പ്ലോർസ് ഹിസ് വേൾഡ്. ഓക്കെ, ആരെങ്കിലും നിങ്ങൾക്ക് മക്കളെക്കുറിച്ച് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ മക്കളെക്കുറിച്ച് ടെൻഷൻ വേണ്ട, വറി വേണ്ട, അവർ പ്രൊട്ടക്റ്റഡ് ആണ്. യൂണിവേഴ്സ് ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഈസി ഡസ് ഇറ്റ് എന്നാണ്. സ്റ്റോപ്പ് ട്രൈങ് സോ ഹാർഡ് ടു കൺട്രോൾ എവറിത്തിങ് ആൻഡ് ഓൾ ദ ഡോർസ് വിൽ ഓപ്പൺ ഫോർ യു. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു സക്സസ് വരും, അല്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇടണം എന്നൊക്കെ. എനിക്ക് അതൊരു പ്രഷറായിട്ട് ചെയ്യാതിരിക്കുക. അതായത് എനിക്ക് സക്സസ് ആയേ പറ്റൂ, എനിക്ക് ഇന്നത് കിട്ടിയേ പറ്റൂ, ആ രീതിക്ക് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. ഓക്കെ, അതുപോലെ മറ്റുള്ളവരെ എനിക്ക് സന്തോഷിപ്പിക്കണം, ഞാൻ ഇതിങ്ങനെ ചെയ്താൽ മാത്രമേ അവർക്ക് എൻ്റെ പാരൻസ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ, എൻ്റെ ഫാമിലി എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ, മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കൊരു വിലയുണ്ടാവുള്ളൂ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഓക്കെ, നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, എനിക്കൊരു ജോലി ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാനത് എൻ്റെ ഇഷ്ടത്തോടെ എൻജോയ് ചെയ്ത് ഞാൻ ചെയ്യുന്നു. എൻ്റെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, എനിക്ക് മറ്റുള്ളവരെന്നെ അപ്രീഷിയേറ്റ് ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി, ഞാൻ ചെയ്യുന്നത് എൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, ആ എഫേർട്ടിനുള്ള റിസൾട്ട് എനിക്ക് യൂണിവേഴ്സ് തന്നോളും. അതെന്ത് തന്നെ ആയാലും ശരി, എത്ര കുറവായാലും ശരി, എത്ര കൂടുതലല്ല എത്ര കുറവായാലും ശരി, ഞാൻ ഹാപ്പിയാണതിൽ എന്ന് സ്വയം പറയാം. നിങ്ങൾ ചെയ്യുന്ന വർക്കിനെ നിങ്ങൾ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക. വേറൊരാൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ വിചാരിക്കാതിരിക്കുക.
ആൻഡ് ഓക്കെ അഫർമേഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ടു ലിഫ്റ്റ് അപ്പ് യുവർ തോട്ട്സ് ആൻഡ് എനർജി ആൻഡ് ടു അട്രാക്ട് വാട്ട് യു ഡിസയർ യൂസ് പോസിറ്റീവ് അഫർമേഷൻസ്. നിങ്ങൾ അവനവനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ തന്നെ ഒരു പോസിറ്റീവ് അഫർമേഷനാണ്. നിങ്ങൾ എന്തെങ്കിലും എഫേർട്സ് ചെയ്യുമ്പോൾ നിങ്ങൾ അവനവനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ആദ്യത്തെ കാര്യം എനിക്ക് പറ്റുന്നത്ര ഞാൻ ചെയ്തിട്ടുണ്ട്, വെരി ഗുഡ് എന്ന് അവനവനോട് പറയാം, ഗുഡ് ജോബ് എന്ന് പറയാം. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവനവനോട് അപ്രീഷിയേറ്റ് ചെയ്യുക, ഗുഡ് ജോബ് എന്ന് പറയാം. ഐ എം സ്ട്രോങ്, ഐ എം കേപ്പബിൾ, എനിക്ക് കഴിയും, എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന് അവനവനോട് പറയാം. ഞാൻ ബെസ്റ്റാണ്, എങ്ങനെയാണോ അങ്ങനെ ഞാൻ ബെസ്റ്റാണ്, എൻ്റെ കുറ്റങ്ങളോടും കുറവുകളോടും കൂടി തന്നെ ഞാൻ ബെസ്റ്റാണ് എന്ന് നമ്മൾ പറയാം. എനിക്ക് ചെയ്യാൻ പറ്റുന്നത്ര ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട് എന്ന് പറയാം. എനിക്ക് സാധിക്കും, എന്തും ചെയ്തെടുക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള തരത്തിലുള്ള അഫർമേഷൻസ് അവനവനോട് പറയാം. ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്, ദൈവം എൻ്റെ കൂടെയുണ്ട്, യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട്, ഏഞ്ചൽസ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്, എനിക്ക് കഴിവുകളുണ്ട്, ആൻഡ് ഐ വിൽ യൂസ് ഇറ്റ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ എബിലിറ്റീസ് എന്ന് പറയാം. എനിക്ക് പറ്റുന്നത്ര ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ കഴിവ് ഞാൻ ഉപയോഗിക്കും എല്ലാ കാര്യത്തിനും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവനവനെ പോസിറ്റീവ് അഫർമേഷൻസ് കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യുക. ഇത് കണ്ടതുകൊണ്ട് അതുകൂടി ആഡ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും വളരെ നല്ല ദിവസമായിരിക്കട്ടെ. നിങ്ങളുടെ കൂടെ ഏഞ്ചൽസ് ഉണ്ട്, യൂണിവേഴ്സ് ഉണ്ട് എപ്പോഴും. ഡോണ്ട് വറി. എല്ലാം പോസിറ്റീവായിട്ട് വരട്ടെ. നന്ദി, നമസ്കാരം.